ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച മോൺസ്റ്റർ ടാങ്ക് കേട്ടോ. സംഭവം ലീക്കൊന്നുമില്ല. അപ്പം നമ്മൾ ടെസ്റ്റിനായിട്ട് അവിടെ ഒരു കോഴിക്കാർപ്പിനെ നമ്മൾ ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ. ഈ കാണുന്ന ടാങ്കാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് എംസിലിട്ട് നമ്മളത് ഒട്ടിച്ചെടുക്കും. നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ ലീക്ക് മൊത്തം മാറ്റിയെടുത്തിട്ടുണ്ട്. അതായത് ഫുള്ളി ലീക്ക് മാറ്റി, ലീക്ക് ഇല്ലാത്ത രീതി ആക്കിയിട്ടുണ്ട്. നമ്മൾ ലീക്ക് പ്രൂഫ് ആക്കിയെടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു ടാങ്ക്. ഹലോ, ഗുഡ് ഈവനിങ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച ടാങ്ക് ഉണ്ടല്ലോ, അതായത് നമ്മുടെ മോൺസ്റ്റർ ടാങ്ക് ചെയ്ത കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിരുന്ന ആ ഒരു ടാങ്ക് നമ്മൾ അതിൽ നിന്ന് ലീക്ക് പ്രൂഫ് ആക്കാൻ പോകണം. അതായത് അതിൻ്റെ ലീക്ക് ഫുള്ള് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ സെറ്റാക്കാനായിട്ട് പോകണം. അപ്പം നമ്മൾ അലിഗേറ്ററിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവൻ അത്യാവശ്യം സൈസായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അക്യൂറസിയിൽ നിന്ന് മാറ്റി നമ്മൾ ഈ ഒരു ഡ്രമ്മിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. അപ്പം അത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഈ കാണുന്ന ടാങ്കാണ് നമ്മളിന്ന് ഒട്ടിച്ചെടുക്കാൻ വന്നത്. അതായത് ഇതിൻ്റെ ഈ ഒരു രണ്ട് സൈഡും നമ്മളിന്ന് എംസിയിലിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ ഇതിൻ്റെ അകത്തോട്ട് എടുത്ത് വെക്കാം. ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാണ് നമ്മുടെ എംസിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എംസിയിൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡും നല്ല രീതിക്ക് തന്നെ നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അലിഗേറ്ററിനെ ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ടാങ്കിലോട്ട് മാറ്റും കേട്ടോ. കാരണം അതിന് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിലോട്ട് ഇടുന്നില്ല. അതായത് ഈ ഒരു അക്യൂറത്തി നമ്മൾ ഇടുന്നില്ല. ഈ ഒരു അക്യൂറത്തി നമ്മൾ വേറെ കുറച്ച് മീനുകൾ ഇടാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ചോദിച്ചിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റും ചെയ്തില്ല കേട്ടോ. അതിൻ്റെ ടാങ്ക് മേക്കിംഗ് വീഡിയോ വേണ്ട, അതിൻ്റെ അകത്ത് മീനിടുന്ന വീഡിയോ മതി എന്നൊക്കെ ഒരു കമൻറ്റും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷെവൽനോസിൻ്റെ ഈ ഒരു ടാങ്ക്, അതായത് ഈ ഒരു ടാങ്കിൽ നമ്മൾ 2-3 ഓസ്കാറിനെ ഒരു നാലോളം പീസ് ഓസ്കാറിനെ മേടിച്ച് നമ്മൾ ഉടനെ തന്നെ ഇടും. ഈ ഒരു അക്യൂറത്തിന്ന് നമ്മൾ അലിഗേറ്ററിനെ അതിനകത്തോട്ടിടും. അതുപോലെ തന്നെ ഇതിൻ്റെ പണിയും പെട്ടെന്ന് തീർത്തിട്ട് ഷീറ്റ് ഇടുക. അതിന് ശേഷം വെള്ളം നിറയ്ക്കുക. വെള്ളം കളഞ്ഞിട്ട് പുതിയൊരു ലോഡ് വെള്ളം കൂടെ നിറച്ചിട്ട് നമ്മൾ കോഴിക്കാർപ്പിനെ ഇടാനാണ് ഇതിൻ്റെ അകത്ത് കേട്ടോ. അപ്പം നമ്മുടെ അലിഗേറ്റേഴ്സിനുള്ള, അതായത് നമ്മൾ അലിഗേറ്ററിനുള്ള ഫീഡ് ഇതിൻ്റെ അകത്താണ് കേട്ടോ. അതായത് നമ്മുടെ ഗപ്പിയാണ് ഉള്ളത്. പിടിച്ച് കാണിച്ചു തരാം. ഫീഡും ചെറുത് കാണിച്ചു തരാം കേട്ടോ. അവൻ ഫീഡ് എടുക്കുമോയെന്ന് അറിയത്തില്ല. രാവിലെ നമ്മൾ ഫീഡ് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഗപ്പീനെയാണ് കൊടുക്കുന്നത്. സാധാ കുഞ്ഞു ഗപ്പിയാണ് കേട്ടോ. കണ്ടല്ലോ, തീരെ ചെറുതാണ്. വലുതൊക്കെ നമ്മൾ നേരത്തെ തന്നെ അവന് ഫീഡ് ചെയ്ത് കേട്ടോ. അപ്പം ചെറുതായതുകൊണ്ട് അവൻ എടുക്കുമോയെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് 2 ടെസ്റ്റിനിട്ട് നോക്കാം. സ്ട്രൈക്ക് ചെയ്തു, പക്ഷെ അവൻ എടുത്തില്ല കേട്ടോ. സ്ട്രൈക്ക് ചെയ്തായിരുന്നു. ഇല്ല ഗൈസ്, അവൻ എടുത്ത് അവൻ്റെ വായിലുണ്ട്. അവൻ എടുത്തു കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മളായിട്ട് ഇണങ്ങിയ കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇപ്പോൾ അവൻ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് 2 പീസും കൂടെ പിടിക്കാൻ കേട്ടോ. ഇനിയിപ്പം നമുക്ക് മണ്ടയിലൊരു കുളമുണ്ട്. കുളത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു മീനുകളൊക്കെ നമ്മൾ പിടിക്കുന്നത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അവിടെ നിന്ന് കുറച്ച് പിടിച്ചോണ്ട് വരണം. അതിന് ശേഷം നമുക്ക് എടുക്കണം കേട്ടോ. പിന്നെ അടുത്തൊരു ഇതെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്ത് നോക്കാം. എടുക്കില്ലെന്ന് അറിയാം. പോകുന്നുണ്ട് അവൻ. മീന് ചെറിയൊരു ബെൻറ്റും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവനെടുത്താൽ നമുക്ക് കാണാം. പിടിച്ച ഗൈസ്, അവൻ്റെ വായിലുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മളുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പറ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. കാരണം എംസിൽ ഒട്ടിക്കുന്ന എല്ലാവർക്കും അറിയാം. 2 അതിൻ്റെ അകത്തുണ്ട്. 2 എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. ആ ട്രൈപോഡ് വെച്ച് നമുക്ക് എടുക്കാൻ സ്പേസ് ഇല്ല, ഇവിടെ എടുക്കാനായിട്ട് സ്പേസ് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ എംസിൽ എടുത്തതിന് ശേഷം 2 ഒരേ ക്വാളിറ്റിയിൽ എടുത്തിട്ട് നമുക്ക് ഒട്ടിച്ച് കണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം അത്യാവശ്യം വലുതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിന് മുമ്പൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത് 30 രൂപയുടെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തികയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 2 മേടിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഒരു സൈഡ് അത്യാവശ്യം എടുത്ത് കഴിയുമ്പോൾ തന്നെ അത് പെട്ടെന്ന്
തീരുമായിരുന്നു കേട്ടോ. ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല തിക്നെസ്സും ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് ഇത് ഇത്ര എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് റെസിൻ ബേസ് എടുക്കാം. നമ്മളിപ്പം നേരത്തെ എടുത്തത് ഹാർഡനറായിരുന്നു, ഇതിനിപ്പം റെസിൻ ബേസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതായിരുന്നു ഹാർഡനർ, ഇതാണ് നമുക്ക് റെസിൻ ബേസ് വരുന്നത് കേട്ടോ. ഇതായിരുന്നു ഹാർഡനർ. അപ്പം നമുക്കിനിയിപ്പം ഇതെടുക്കാം. ഇതിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതായിരുന്നു ഹാർഡനർ. നമുക്ക് ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയി. അതെ, ഇത് നമുക്ക് ആ ഒരളവിൽ എടുക്കാം. ഇതേ കണ്ടല്ലോ, കറക്റ്റും രണ്ടിതേ ഒരളവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒട്ടിക്കും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കുറച്ച് മീനുകളെ കൂടെ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം കുറേ നാളായിട്ട് നമ്മൾ പറയുന്നുണ്ട് മീനെ മേടിക്കാൻ പോകുമെന്ന്. അപ്പം നമ്മൾ ഉടനെ തന്നെ പോകും കേട്ടോ. ഉടനെ തന്നെ ഈ ഒരു വീഡിയോ കണ്ട് മിക്കവാറും നമ്മൾ അടുത്ത ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് മാക്സിമം നമുക്ക് ശ്രമിക്കാം കേട്ടോ. അപ്പം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒട്ടിച്ച് കാണിക്കാം കേട്ടോ. ഒരു 7 മിനിറ്റിന് ശേഷം നമ്മൾ ഫുള്ള് നമ്മുടെ MC ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ലീക്കും വരാത്ത രീതിയിൽ നല്ല ക്വാളിറ്റി തന്നെ MC നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഇതിൽ തന്നെ നമ്മൾ ഒട്ടിച്ച് വെച്ചു. അതായത് ഇവിടം വരെയാണ് നമ്മുടെ പൊട്ടലുള്ളത്. അപ്പം പൊട്ടലിനേലും കുറച്ചും കൂടെ നീട്ടി നമ്മൾ എന്താ പറയുക MC ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനിയിപ്പം നാളെ കറക്റ്റ് ഒരു ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഈ ഒരു 3 മണി കഴിയുമ്പോൾ, അതായത് 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് ലീക്ക് ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ ആ ഒരു വെള്ളം കളയും. ആ ഒരു വെള്ളം കളഞ്ഞിട്ട് അതിൻ്റെ കെമിക്കൽ, അതായത് MC കെമിക്കലൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അലിഗേറ്ററിനെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് മാറ്റാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതായത് ഈ ഒരു ടാങ്കിന് അലിഗേറ്ററിനെ ആ ഒരു ഇതിലോട്ട് മാറ്റുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. പിന്നെ ഫീഡ് എടുക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷവൽ നോസും അതുപോലെ തന്നെ അതിൻ്റെ ടിൻ ഫോയിലും തമ്മിൽ ഇടയ്ക്ക് ഫൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടിൻ ഫോയിലിൽ ദേഹത്തൊക്കെ ഇച്ചിരി പൊട്ടലുണ്ട്. അതിനിപ്പം ആര് കാണിച്ച പരിപാടിയാണെന്ന് നമുക്കറിയത്തില്ല. ഇനിയിപ്പം നമുക്ക് വേറെ ഒരു കാര്യം കാണിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കിവിടെ വേറെ 2 ഡ്രമ്മും കൂടെ ഇരിപ്പുണ്ട്. അതായത് നമുക്ക് ചെയ്യാനായിട്ടുള്ള വേറെ 2 ഡ്രമ്മും കൂടെ നമുക്കിവിടെ ഇരിപ്പുണ്ട്. ഇതല്ലാതെ ഇവിടെ ഒരു കുഞ്ഞു ഡ്രം ഉണ്ട്, കാണിച്ചു തരാം. ഒരു കുഞ്ഞു ഡ്രം ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ ഒരു കുറച്ച് വെള്ളവും കൂടെ, അതായത് ഒരു 2-3 ബക്കറ്റ് വെള്ളവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് ഒരു വെള്ളവും കൂടെ എടുത്ത് മാറ്റിക്കഴിഞ്ഞ് നമുക്ക് ആ ഒരു ഡ്രം എടുക്കാം. ആ ഒരു ഡ്രം എടുത്തതിന് ശേഷം കാണിച്ചു തരാം. ആ ഡ്രം എടുത്തിട്ട് നമുക്ക് അത് കഴിഞ്ഞ ഒരു 6 മാസം, അതായത് അടുത്ത ഒരു വേനൽക്കാലം വരെ നമുക്ക് യൂസ് ചെയ്യാം ആ ഡ്രം. അപ്പം ആ ഒരു ഡ്രം എടുത്തിട്ട് ആ ഒരു ഡ്രം നമുക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ ഒരു ഡ്രം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാതിലടയ്ക്കാൻ പറ്റില്ല. നമുക്കിതിങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് അത് കുഞ്ഞു ഡ്രം ആയതുകൊണ്ട് തന്നെ ഈ ഇത്ര ഒരു സ്പേസിൽ തന്നെ അതിരുന്നോളും കേട്ടോ. അപ്പം നമുക്കിവിടെ 3 ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്ഥലം ഉണ്ടാക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് നമ്മൾ ഒന്നില്ലെങ്കിൽ അലിഗേറ്ററെ അങ്ങോട്ട് മാറ്റിയിട്ട് ഷവൽ നോസിനെ ഈ ഡ്രമ്മിലോട്ട് മാറ്റാം. അപ്പോൾ അതിൻ്റെ ഈ വീഡിയോ നമുക്ക് ചെയ്യാൻ കേട്ടോ. അത് കറക്റ്റായിട്ട് ആലോചിച്ചിട്ട്, അതായത് ഷവൽ നോസിനെ ഇതിനകത്തോട്ട് മാറ്റിയിട്ട് ആ ഡ്രം എടുത്തിട്ട് അലിഗേറ്ററിനെ അങ്ങോട്ട് മാറ്റണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അതാകുമ്പോഴത്തേക്കും നമുക്ക് അലിഗേറ്ററിനെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കാൻ പറ്റും. ആ ഒരു ടാങ്ക് ആകുമ്പം അത്യാവശ്യം റൗണ്ട് ആയതുകൊണ്ട് തന്നെ അവനൊരു 1 ഫീറ്റ് വരെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് 1 ഫീറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ടാങ്കിലോട്ട് ഇടാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷനായിട്ട് ചെയ്യാം. ഷവൽ നോസിന് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് അലിഗേറ്ററിനെ ആ ഒരു ടാങ്കിലോട്ട് ഇടാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതാകുമ്പം അവനൊരു 2 അടി വരെ കിടക്കാനായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോൺസ്റ്റർ ടാങ്ക് ഇവിടെ സെറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷെ ഇതിൻ്റെ അകത്തുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്ര ഗപ്പി ഇട്ടാൽ ഒരു ഗപ്പി മൊത്തം ഡെഡായിട്ടുണ്ട്. അതായത് നമ്മളൊരു 15 പീസിൽ കൂടുതൽ ഗപ്പി നമ്മൾ ഇട്ടാണത്. ഓരോ ദിവസവും നോക്കുമ്പോഴും ഗപ്പീസ് ഇങ്ങനെ കണ്ടത് അവിടെയൊക്കെ കണ്ട ഗപ്പി ഡെഡായി കിടക്കുന്നത്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗപ്പീസിന് ഈ ഒരു ടാങ്ക് പറ്റിയല്ലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ കോഴിക്കാർപ്പിന് ഒരു കുഴപ്പമില്ല. അവിടെ 2 ഗപ്പീസ്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഗപ്പീസ്, ഇവിടെ ഒരു ഗപ്പി കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗപ്പി കിടപ്പുണ്ട്, ഇവിടെ ഒരു ഗപ്പി കിടപ്പുണ്ട്. പിന്നെ
ഇവിടെ ഒരു കെപ്പി കിടപ്പുണ്ട്. അപ്പം ടോട്ടലി 15 കെപ്പി ഇട്ടതിന് 15 കെപ്പിയും തട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ അതിനകത്ത് കെപ്പീനെ ഇടുന്നില്ല. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും മീനുകളെ ഇടാമെന്നുള്ള ഐഡിയയിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം അത് മാത്രമല്ല വേറെ ഇതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാങ്കിന് ലീക്ക് ഉണ്ട്. അതായത് വെള്ളം നിറഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തുനിന്ന് ലീക്ക് ഉണ്ട്. അത് നമുക്ക് മഴ പെയ്യുമ്പോൾ ഒരു ഓവർഫ്ലോ ആയിട്ടും യൂസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലാണ്. പിന്നെ ഈ ഒരു പ്ലാവ് ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഇവിടെ ഒരു മോൺസ്റ്റർ ടാങ്ക് ഒന്ന് സെറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു പ്ലാവിലത്തെ ചക്കയൊക്കെ സീസൺ മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് കണ്ടോ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നമുക്ക് ടാങ്ക് കെട്ടി, അതായത് നമുക്ക് കോൺക്രീറ്റ് ഇട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അവിടെ 2 സ്ലാബ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. ഇതിലും വലിയ ടാങ്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇനിയിപ്പം നമ്മുടെ അടുത്തൊരു ഡ്രീം ഫിഷ് എന്ന് പറയുന്നത് നമുക്ക് അലിഗേറ്റർ ഉണ്ട്, ഷവൽ നോസും ഉണ്ട്. അടുത്ത് ഇനിയിപ്പോൾ നമ്മുടെ ഡ്രീം ഫിഷ് അല്ല ഫിഷസ് എന്ന് പറയുന്നത് അതിലൊന്ന് അരാപ്പേമ, അതുപോലെ തന്നെ 1 അരോണ, അതുപോലെ തന്നെ 1 റെഡ് കാറ്റ് ഫിഷാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ അരോണേനെ നമ്മൾ വളർത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അത് വളർത്തി നമ്മുടെ കയ്യിൽ കറക്റ്റ് 1 മാസം നിന്ന് ആ 1 മാസം കഴിഞ്ഞപ്പോൾ അരോണ ഡെഡായിപ്പോയി. കാരണം നമ്മൾ ഹീറ്ററും ഫിൽറ്ററും ഒന്നും നമ്മളപ്പോൾ യൂസ് ചെയ്യില്ല. നാച്ചുറലായിട്ട് തന്നെ നേരത്തെ കാണിച്ച ഒരു കുഞ്ഞ് ഡ്രമ്മിലായിരുന്നു നമ്മൾ അരോണേനെ കീപ്പ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. 1 വർഷം മുമ്പ് ഇട്ടായിരുന്നു. അപ്പം കറക്റ്റ് അത് 1 മാസം, ഒരു ഫെബ്രുവരി മാസം മൊത്തം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. മാർച്ച് ആദ്യം ആയപ്പോഴത്തേക്ക് എന്തോ പറ്റി, പെട്ടെന്ന് നമ്മളൊരു ദിവസം ചെന്ന് നോക്കുമ്പം ഡെഡായി കിടക്കുന്ന കേട്ടോ. അപ്പം അതാണ് മെയിൻ റീസൺ. നമ്മൾ തൽക്കാലം ഇപ്പം അരോണേനെ മേടിക്കാത്ത റീസൺ അതാണ്. ഒരു ഹീറ്ററും കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്കകത്ത് ഈ ഒരു അക്വേറിയം കൊണ്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ നമുക്കിനിയിപ്പോൾ അരോണ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും ഒരു 2K മേളിലാണ് അതിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുന്നത്. അതായത് 2000 രൂപയ്ക്ക് മേളിലാണ് ആ ഒരു ഫിഷിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് അരോണേനെ മേടിക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ്. പക്ഷേ അരാപ്പേമയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം നമ്മൾ അന്വേഷിച്ചാൽ ഇടുക്കിയിൽ 3 അക്വേറിയത്തിൽ അന്വേഷിച്ച് ആ ഒരു 3 അക്വേറിയത്തിലും അരാപ്പേമേൻ്റെ സ്റ്റോക്ക് ഇല്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒരു 3 മാസത്തേക്ക് അരാപ്പേമേനെ മേടിക്കുന്നില്ല. അതായത് നമുക്കൊരു അരാപ്പേമയുണ്ട്, നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു അരാപ്പേമയുണ്ട്. അപ്പോൾ അവൻ അത്യാവശ്യം 1 അടിക്ക് മേളിലുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞൊരു 3 മാസം കഴിയുമ്പം മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നെ സെയിൽ ചെയ്യാനായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ 3 മാസം കഴിഞ്ഞ് മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോൾ അവൻ സെയിൽ ചെയ്യത്തില്ലായിരിക്കും. അപ്പം അലിഗേറ്ററിനെ ആ ഒരു സൈസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സും എതുബ്രോയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്കും സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയയിലാണ് നമുക്ക് അരാപ്പേമേനെ മേടിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഇതിനൊക്കെ ഒരു അപ്ഡേഷൻസ് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ വീഡിയോ ഒന്നില്ലെങ്കിൽ മീനായി മേടിക്കാൻ പോകുന്നതായിരിക്കും, അല്ല നമ്മുടെ ഗാറിനെ ഈ ഒരു ടാങ്കിലോട്ട് മാറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അതും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പ് മീനുകളെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്താ പറയുക സെറ്റ് ചെയ്യുന്നതായിരിക്കും. കണ്ടതേ ഈ റെഡ് യൂറോപ്പിനെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മാറ്റണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഭയങ്കരമായിട്ടും അഗ്രസീവാണ്. കാരണം ഭയങ്കരമായിട്ട് അവൻ അഗ്രസീവ് ആകേണ്ടത്. അവന് നമ്മളുമായിട്ട് നല്ല രീതിയിൽ തന്നെ ടേമായിട്ടുണ്ട് ഈ ഒരു മീനുകൾ. കണ്ടോ വരുന്നത് കണ്ടോ, കണ്ടോ കൈയൊക്കെ കടിച്ച് പറിച്ചെടുത്തോണ്ട് പോകും. കണ്ടോ അവനറിയാം നമുക്ക് അവന് ഫീഡ് കൊടുക്കാനാണ് അവനറിയാം. അപ്പം നമ്മൾ ഇന്ന് അവന് ഫീഡ് കൊടുക്കില്ല. അതാണ് അവൻ അത്ര അഗ്രസീവായിട്ട് നിൽക്കുന്നത്. കണ്ടോ വരുന്നുണ്ടോ. മനസ്സിലായി, പറ്റിക്കുകയാണ്. അപ്പം നമ്മുടെ ഷെവൽനോസ് അത്രയ്ക്ക് നമ്മളുമായിട്ട് ഇണങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഷെവൽനോസിൻ്റെ അടുത്ത് അങ്ങനെ കൈ ഞാൻ ഇടുന്നില്ല. ഞാനങ്ങനെ പിടിക്കുന്നുമില്ല കേട്ടോ എപ്പോഴും. കാരണം അവൻ നമ്മളുമായിട്ട് ഇണങ്ങില്ല. കാരണം അവനൊരു മുള്ളുള്ളതുകൊണ്ട് അതും പ്രശ്നമാണ്. അവന് അവിടെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ മുള്ളുണ്ട്. നമ്മുടെ കാരീനെ പോലെ തന്നെ ഒരു വെറൈറ്റി ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മുള്ളുണ്ട്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. അപ്പം നമുക്കത് 2 ഫീഡും കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അതായത് അതും കൂടെ അലിഗേറ്ററിനെ ഫീഡ് ചെയ്യുന്നത് കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമ്മൾ തൽക്കാലം ഇപ്പം ഹാൻഡ് ഫീഡ് ചെയ്യുന്നില്ല. നമ്മളൊന്ന് കാണിച്ച് കൊതിപ്പിക്കുക. അവൻ വരുന്നുണ്ടോ കണ്ടോ. അടി
എപ്പോഴൊക്കെ അലിഗേറ്റർ സ്ട്രൈക്ക് ചെയ്താലും ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ പേടിച്ച് പോകും കേട്ടോ. അപ്പം അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. അവൻ അത്യാവശ്യം സൈസായി കേട്ടോ. അപ്പം ഇപ്പോൾ അവനൊരു ഏകദേശം ഒരു 8 ഇഞ്ച് അത്രയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ ടാങ്കിലോട്ട് മാറ്റുന്ന സമയത്ത് അവനെ അളന്ന് നോക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നമുക്കിനിയിപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. നമുക്ക് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം മീനെ മേടിക്കുന്ന വീഡിയോ ഇടാനായിട്ട്. അപ്പം നമുക്കിനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.